ഹലോ. അപ്പോഴേ നമ്മൾ ഊട്ടി പോയി വന്നപ്പോൾ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ താരം നമ്മളുടെ ബീട്രൂട്ടിൻ്റെ ഇല വെച്ചിട്ട് നമ്മളൊരു ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബീട്രൂട്ടൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കാം. നമുക്കിതിൻ്റെ ഇല തണ്ടും മാത്രം മതി. ഇതാ ക്യാരറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര സ്വീറ്റ്. നമ്മൾ അവിടെ നിന്ന് തന്നെ മേടിച്ച് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്ക് ടു നമ്മളുടെ ഉപ്പേരി ഉണ്ടാക്കൽ. അപ്പം ഇത് കുഞ്ഞു കുഞ്ഞതായിട്ടല്ല, ഈ ഒരു വലുപ്പത്തിലാട്ടോ ഞാൻ അരിഞ്ഞെടുത്തത്. പിന്നെ അതിൻ്റെ ഇലയും ഇതാ ഈ രീതിക്ക് അരിഞ്ഞെടുത്തു. അപ്പം ആക്ച്വലി ഇത് എനിക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റുന്ന ഇത് ഇത്രയും കാലമായിട്ട് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് മുന്നേ ഞാൻ ഹാനകൃഷ്ണൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോ ആയിരുന്നേ അത്. അപ്പം ചോറിൻ്റെ കൂടെ ഇങ്ങനെ ബീട്രൂട്ടിൻ്റെ ഇലയുടെ തോരൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഇല കഴിക്കാൻ പറ്റുമെന്ന് കേട്ടോ. അപ്പം നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് ഇലയൊക്കെ ഒഴിവാക്കിയിട്ടാണല്ലോ വരിക. അപ്പോൾ ഏതായാലും കിട്ടിയപ്പോൾ നിന്ന് ട്രൈ ചെയ്താണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണോ നോർമലി ഉപ്പേരി ഉണ്ടാക്കുക അതേപോലെ ആട്ടോ ഉണ്ടാക്കി. അപ്പം ഇത് വിചാരിക്കുന്ന പോലെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീട്രൂട്ടിനെക്കാട്ടിയും ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ചീരേൻ്റെ ടേസ്റ്റും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഇങ്ങനെ ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ബെസ്റ്റാണ്. ഇത് മാത്രം മതി ചോറുണ്ണാൻ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.